ഓഗസ്റ്റ് 15 ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയ ഒരു ദിവസമാണ് ഓഗസ്റ്റ് 15 എന്ന് പറയുക. ഒന്ന്, പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ സഭ ഏറ്റെടുക്കുന്ന ദിവസം. രണ്ട്, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് 200 വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച ഒരു അനുഗ്രഹം ഏറ്റെടുക്കുന്ന ഒരു വലിയ ദിവസം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നേ ദിവസം ഇത് രണ്ടും യാദൃച്ഛികമായി കടന്നു വന്നതാണോ, അതോ ദൈവത്തിന് നമ്മോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? പരിശുദ്ധ മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ദൈവസന്നിധിയിൽ യെസ് ലോർഡ്, അതെ എന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായി മാറിയെങ്കിൽ, ലോകത്തിൻ്റെ മുമ്പിൽ അതൊരു കീഴടങ്ങലായി തോന്നിയെങ്കിലും അത് ദൈവത്തിൻ്റെ മുമ്പിൽ മഹത്വത്തിലേക്കുള്ള ഒരു വാതിൽ തുറക്കുന്ന അനുഭവമായിരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ക്രിസ്തു നമുക്ക് ഒരു സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ആ സ്വാതന്ത്ര്യം ഏറ്റെടുത്ത് നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹത്തിലേക്ക്, ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ഇന്നേ ദിവസം, അതായത് പരിശുദ്ധ സഭ അല്ലെങ്കിൽ സുറിയാനി ക്രൈസ്തവ പാരമ്പര്യം എടുത്താൽ, ആ ക്രൈസ്തവ പാരമ്പര്യത്തിൽ ആചരിക്കുന്ന ഒരു ആത്മീയമായ നോമ്പാണ് ശൂനോയോ നോയമ്പെന്ന് പറയുക. ഓഗസ്റ്റ് മാസം 1-ാം തീയതി നോമ്പ് ആരംഭിക്കുകയും 15-ാം തീയതി മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ച് ആ നോമ്പ് അവസാനിക്കുകയും ചെയ്യുന്നതാണ് സഭയുടെ ഒരു കാഴ്ചപ്പാട്. നമുക്കറിയാം, എല്ലാ നോയമ്പുകളും നമ്മളെ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള ഒരു അവസരമാണ് സൃഷ്ടിക്കുക. എന്ന് വെച്ചാൽ പ്രാർത്ഥനയിലും അല്ലെങ്കിൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെയൊക്കെ കടന്നുപോയി പാപത്തെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ആ പാപ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ മാറി സഞ്ചരിച്ച് ജീവിതത്തിൽ ഒരു ക്രമീകരണം അല്ലെങ്കിൽ ഒരു സ്വയം ഒരു നിയന്ത്രണം ഏറ്റെടുക്കുവാനും ആ നിയന്ത്രണത്തിലൂടെ ആത്മീകമായി വളരുവാനുമൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത് ഈ നോമ്പ് കാലഘട്ടങ്ങളിലൂടെയാണ്. അപ്പം മറിയത്തിൻ്റെ ജീവിതത്തിലെ വിനയവും അനുസരണവും വിശ്വാസവുമൊക്കെ നമ്മുടെ ജീവിതത്തിലും ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ആ യഥാർത്ഥ സമർപ്പണം ദൈവസന്നിധിയിൽ ഗബ്രിയേൽ മാലാഖയുടെ മുൻപിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ആ പരിപൂർണ സമർപ്പണം ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ എളിമപ്പെട്ടതുപോലെ നമ്മളുടെ ശരീര മാനസ ആത്മീക മേഖലകളെ, എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും ശരീരവും ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഒരു ആത്മീയ ഒരുക്കമായി നമ്മൾ ഈ ഒരു നോമ്പ് കാലഘട്ടത്തെ നമ്മൾ കാണണം. അതെങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി സ്വർഗത്തോളം ഉയർത്തപ്പെടുന്ന ഒരു ആത്മീക അഭിഷേകത്തിലേക്ക് അത് കടന്നു പോയത് എങ്ങനെയെന്ന് നമ്മൾ പഠിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലും മുന്നോട്ട് പോകുവാനുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ ആരംഭമെന്ന് പറയുക. അപ്പം നമുക്കറിയാം, സഭയിൽ പലവിധമായ നോമ്പുകളുണ്ട്. വലിയ നോയമ്പ് 50 ദിവസം കടന്നു പോകുന്ന വലിയ നോയമ്പ് നമ്മളെ കാൽവരിയിലേക്കാണ്, കുരിശു മരണത്തിന്റെ ആ അടിസ്ഥാനത്തിലേക്കാണ് കൊണ്ടുപോവുക.
അതിനു മുമ്പ് നമുക്കറിയാം 3 നോമ്പ് അഥവാ നിന്നുവേ നോമ്പ് എന്ന് പറയുന്നത് മാനസാന്തരത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും ഉള്ള ഒരു അവസരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. എന്നാൽ ഈ ഒരു എന്താ പറയുക ശൂനോയോ നോയമ്പെന്ന് പറയുന്നത് സ്വയം ഒരു ശൂന്യവൽക്കരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എളിമയില്, വിശ്വാസത്തില്, അനുസരണത്തില് പരിശുദ്ധ മറിയത്തെ ഒരു റോൾ മോഡലാക്കി മുന്നോട്ട് പോകുവാനുള്ള ഒരു അവസരമാണ് സഭ നമ്മുടെ മുമ്പിൽ ഈ ഒരു സമയത്ത് നൽകുക. അതുകൊണ്ട് ഇതൊരു ശൂന്യവൽക്കരണത്തിന്റെ ഒരു ഭാഗമായി നമ്മുടെ അഹങ്കാരം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ കടന്നു വരുന്ന എന്താ പറയുന്നത് ധാർഷ്ട്യം, സ്വാർത്ഥത, നമുക്ക് ക്ഷമിക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു മാനസികമായ അവസ്ഥകള്, കരുണയില്ലാതെ പ്രവർത്തിക്കുന്ന ധാർഷ്ട്രീയ സ്വഭാവങ്ങള്, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഒന്ന് മാറി പരിശുദ്ധാത്മാവിന് അല്ലെങ്കിൽ ദൈവവചനത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന വിധത്തിൽ നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്ന ഒരു രൂപാന്തരീകരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആത്മീയ യാത്രയുടെ തുടക്കമാണ് ഈ ശൂനോയോ നോയമ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമെന്ന് പറയുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഓഗസ്റ്റ് 15 നമ്മൾ വിശുദ്ധ ബലിയില് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് വിശുദ്ധ കുർബാന നമ്മൾ ഏറ്റെടുത്ത് പരിശുദ്ധ മറിയത്തിന്റെ ആ സ്വർഗാരോപണത്തിന്റെ തിരുനാള് നമ്മൾ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുമ്പം ഈ തിരുനാളുകൾക്കപ്പുറമായി ആ മറിയം എടുത്ത സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ എത്ര പേർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ദൈവസന്നിധിയിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ നോമ്പിന്റെ ഒരു ബാക്കിപത്രമെന്ന് പറയുക. നമുക്കറിയാം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 48-49 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മറിയത്തിന്റെ സ്തോത്രഗീതത്തിനകത്ത് മറിയം തന്നെ പറയുകയാണ്, അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എന്നിട്ട് തുടരുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മറിയത്തിന്റെ താഴ്മയെ സ്വർഗം കടാക്ഷിക്കുകയും എന്ത് ചെയ്തു, ആ ഒരു ശക്തനായ പരിശുദ്ധനായ ദൈവം വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് ആ കേവലം 16-17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നതാണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന സമർപ്പണം, അതിൻ്റെ ഒരു അവസാനമെന്ന് പറയുന്നത് സ്വർഗാരോപണം എന്ന വലിയ കാര്യത്തിലേക്ക് മറിയത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള കാരണമെന്ന് പറയുക ഈ ഒരു താഴ്മയുള്ള മനോഭാവമാണ്. ദൈവത്തെ അനുസരിക്കുവാനുള്ള ആ മനോഭാവത്തിന്റെ ഒരു റിസൾട്ടായി നമ്മൾ ഇതിനെ കാണണം. ഇവിടെയാണ് പരിശുദ്ധ മറിയത്തിന്റെ വിശ്വാസം, അനുസരണം, താഴ്മ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കുമ്പോൾ അതിലൂടെയാണ് വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചു തുടങ്ങുന്നത് എന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിയണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് നോമ്പെടുക്കുക? നമ്മൾ നോമ്പെടുക്കുമ്പം ഭക്ഷണം ഒഴിവാക്കിയതിനെ കുറിച്ചുള്ള ഒരു കണക്കെടുപ്പിലായിരിക്കും നമ്മൾ കടന്നു പോവുക. മറിച്ച് നമ്മുടെ കണക്കെടുപ്പെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ദൈവത്തോട് എത്രമാത്രം അടുത്തു എന്നതിനെ കുറിച്ചുള്ള ഒരു കണക്കെടുപ്പായി മാറണം. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോഴാണ്, അങ്ങനെ നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോഴാണ്, ആ പരിപൂർണ സമർപ്പണത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെയുള്ള പ്രൈഡാകാം, ഞാനെന്ന ഭാവമാകാം, ഞാൻ എൻ്റെ ഹിതം മാത്രം നിറവേറിയാൽ മതി, ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങ് അനുസരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ദ്രാഷ്ട്രീയ സ്വഭാവം, സ്വാർത്ഥത, അല്ലെങ്കിൽ ക്ഷമിക്കാത്ത കഠിനമായ മനസ്സിന്റെ ഉടമസ്ഥത, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്നും മാറിപ്പോകുമ്പോൾ ആ ശക്തനായ ദൈവത്തിന്റെ ശക്തമായ ആത്മീക സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരും. അവിടെയാണ് നമുക്ക് ലഭിക്കുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുക.
പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം നമുക്ക് തരുന്ന ഉറപ്പെന്ന് പറയുന്നത്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വതന്ത്രരാകും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ ലോകത്തുള്ള ഒരു പ്രാർത്ഥനകളോ ഈ ലോകത്തുള്ള ഏതെങ്കിലും ആചാര അനുഷ്ഠാനങ്ങളോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുമെന്ന് നിങ്ങൾ കരുതരുത്. ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നു, യേശുക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാവുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ അത് ഉയർച്ചയിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. സ്വർഗീയമായ തലങ്ങളിലേക്ക് നമ്മളെ ഉയർത്തപ്പെടും. ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളിലേക്ക് നമ്മളെ അത് ഉയർത്തുമെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. അപ്പം ആത്മീയമായ ഒരു അടിമത്വത്തിൽ നിന്ന് നമ്മൾ ആത്മീയമായ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ആത്മീയമായ അനുഗ്രഹത്തിലേക്കാണ് അത് നമ്മളെ കൊണ്ടുപോവുക. അപ്പം യോഹന്നാൻ 8:36 നമ്മളെ പഠിപ്പിച്ചു, ക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ പുത്രനാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പുത്രനിലൂടെയുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത് കുരിശു മരണത്തിന്റെ അകത്തു നടന്ന ശക്തിയെ നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ്. യേശുക്രിസ്തു എന്റെ ദൈവമാണെന്നും യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും കുരിശു മരണത്തിലൂടെ എന്റെ പാപശാപ രോഗ ബന്ധനങ്ങളെ എന്റെ യേശുക്രിസ്തു കാൽവരിയിൽ തകർത്തുവെന്നും സാത്താന്റെ തലയെ തകർത്ത് അവന്റെ ആയുധങ്ങളെ യേശുക്രിസ്തു നിരായുധമാക്കി എന്നുള്ള ബോധ്യം എന്റെ ഹൃദയത്തിൽ, അതായത് കുരിശു മരണത്തിലൂടെ എനിക്കെതിരെ ഈ അടിമത്വം പ്രഖ്യാപിച്ച സാത്താന്റെ തലയെ എന്റെ യേശുക്രിസ്തു തകർത്തു എന്ന ബോധ്യം എന്റെ ഉള്ളിൽ കടന്നു വരികയും ക്രിസ്തുവിനുള്ള വിശ്വാസം എന്നിൽ വളരുകയും പാപത്തെ ഉപേക്ഷിക്കുന്ന ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് ഞാൻ നയിക്കുകയും ചെയ്യുമ്പോൾ എന്റെ വിശ്വാസം, ക്രിസ്തുവിലുള്ള എന്റെ വിശ്വാസം എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ സെന്റ് പോൾ ഇങ്ങനെ പറഞ്ഞു വെച്ചു, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ വിമോചിപ്പിച്ചു. ഹല്ലേലൂയ. നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചത് ക്രിസ്തുവാണ് എന്ന് സെന്റ് പോൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടുകൂടി നിൽക്കുവിൻ. നമുക്കൊരു സ്ഥിരതയുണ്ടാകണം. നമ്മുടെ സമർപ്പണത്തിലാകാം, നമ്മുടെ വിശ്വാസ ജീവിതത്തിലാകാം നമുക്കൊരു സ്ഥിരതയുണ്ടായിരിക്കണം. വീണ്ടും അടിമത്വത്തിന്റെ നുഖത്തിലേക്ക് ഇനിയും നിങ്ങൾ വിധേയരാകരുത് എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ ദേവൻ നമ്മളെ വീണ്ടും ആ ഒരു അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള വല വിരിച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ നടക്കുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യം, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അത് സ്വാർത്ഥതയില് ഒരു വിശുദ്ധിയില്ലാത്ത ജീവിതത്തിൽ കടന്നു പോകാനല്ല, മറിച്ച് ദൈവത്തിനു വേണ്ടി സ്വതന്ത്രമായി ജീവിക്കുവാൻ വേണ്ടിയാണ് എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പം നമ്മൾ കണ്ടു ഓഗസ്റ്റ് 15 എന്ന് പറയുക മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം തരുന്ന മറ്റൊരു വിഷയം എന്ന് പറയുക ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ളതാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ചുള്ളതാണ്. അപ്പം 1947 ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ കേവലം ഒരു തീയതി മാത്രമായി നമ്മൾ കാണരുത്. ഹല്ലേലൂയ. അത് ഒരു അടിമത്വത്തിന്റെ അവസാനവും ഒരു സ്വാതന്ത്ര്യത്തിന്റെ തുടക്കവും എന്ന് വെച്ചാൽ ഒരു സ്വാതന്ത്ര്യത്തിന്റെ പ്രഭാതവും ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിദേശ ഭരണത്തിന്റെ അവസാനം കുറിച്ച ഒരു ദിവസം എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം 200 വർഷത്തെ വിദേശ ഭരണത്തിന്റെ അവസാനമായിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക എന്നുള്ള സത്യം നമുക്ക് അറിയാം. ഹിന്ദുസ്ഥാൻ എന്ന രാജ്യം ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രിയിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ലോർഡ് ലൂയിസ് മൗണ്ട് ബാറ്റൻ
ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, മുഹമ്മദ് അലി ജിന്ന എന്നീ നേതാക്കന്മാര് ഒരുമിച്ചെടുക്കുന്ന തീരുമാനം നടപ്പിൽ വരുന്നത് 1947 ഓഗസ്റ്റ് 15 എന്ന ദിവസമായതിനാൽ അന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് ചരിത്രം വ്യക്തമാക്കുന്നു. കേവലം 79 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചിട്ട്. നമുക്കറിയാം, ഇന്ത്യ എന്ന ഒരു വാക്കിന് ഫുൾ ഫോം എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കാണുന്നത് ഇൻഡിപെൻഡന്റ് നേഷൻ ഡിക്ലെയർഡ് ഇൻ ഓഗസ്റ്റ്. ഇതിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്തെടുക്കുമ്പോഴാണ് ഇന്ത്യ എന്ന ഒരു വാക്ക് ലഭ്യമാവുക. ഇത് ചരിത്രപരമായി ഔദ്യോഗികമായി ശരിയാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഇൻഡിപെൻഡന്റ് നേഷൻ ഡിക്ലെയർഡ് ഇൻ ഓഗസ്റ്റ് എന്ന് പറയുന്ന വാചകത്തിന്റെ ഓരോ അക്ഷരങ്ങളും ആദ്യത്തെ അക്ഷരങ്ങൾ എടുത്ത ഷോർട്ട് ഫോമാണ് ഇന്ത്യ എന്ന് പറയുക. അപ്പം ഇന്ത്യ എന്ന പേര് നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന് ലഭിക്കുന്നത് 1947 ഓഗസ്റ്റ് മാസം 14 അർദ്ധരാത്രിയാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ 2026 എത്തുമ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 79 വർഷം പൂർത്തിയാവുകയാണ്. എന്നാൽ ഇതേ മഹത്തായ ദിവസം തന്നെയാണ് സഭ മറ്റൊരു മഹത്തായ സത്യം പ്രഖ്യാപിക്കുന്നത്. അത് പരിശുദ്ധ കന്യക മറിയാമിന്റെ സ്വർഗാരോപണത്തിന്റെ ദിവസമാണ്. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഒരേ ദിവസം 2 മഹത്തായ ഓർമ്മകൾ ഇന്ത്യ ആചരിക്കുകയാണ്. അവിടെ നമ്മൾ ഇങ്ങനെ കാണണം, ഇന്ത്യ എന്ന രാജ്യം അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരികയാണ്. രണ്ടാമത് നമ്മൾ ചിന്തിക്കണം, മറിയം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക്, ആ സ്വർഗീയ മഹത്വത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ദിവസം. രണ്ടും യാദൃച്ഛികമാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും ഇതിനകത്തെല്ലാം ദൈവത്തിൻ്റെതായ ഒരു വലിയ പ്ലാൻ ഉണ്ട്, ഒരു പദ്ധതിയുണ്ട്. ഇന്ത്യ എന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവസാനമല്ല, അതൊരു തുടക്കമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ആ സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം മുതൽ ഇന്ത്യ എന്ന മഹാരാജ്യം അതിന്റെ യാത്ര തുടരുകയാണ്, അവസാനിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു പുതിയ ഇന്ത്യയുടെ, ഒരു പുതിയ രാജ്യത്തിന്റെ യാത്രയുടെ തുടക്കമാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുക. ഇതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ നോമ്പെടുത്ത് പാപത്തെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന നിമിഷം തൊട്ട് ആ വ്യക്തിയുടെ യാത്ര അവസാനിക്കുകയല്ല ചെയ്യുന്നത്, പകരം ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം അവിടെ നമ്മൾ കാണുകയാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യൻസ് 5:17 ബൈബിള് പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിൽ എത്തിയാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി. പഴയത് കടന്നു പോവുകയും പുതിയതിന്റെ തുടക്കം ആരംഭിച്ച് മുന്നോട്ടുള്ള യാത്ര തുടങ്ങുകയും ചെയ്യുകയാണ്. അത് യേശുക്രിസ്തു നമ്മുടെ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും നമ്മൾ ഓരോരുത്തരെയും സ്വതന്ത്രരാക്കുന്നു എന്ന, അതായത് കുരിശു മരണത്തിലൂടെ നമ്മളെ സ്വതന്ത്രരാക്കുന്നു എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ അത് എന്തിനു വേണ്ടി എന്ന ചോദ്യവും നമ്മുടെ ഹൃദയത്തിൽ നിന്നും കടന്നു വരണം. അത് വീണ്ടും പാപത്തിന്റെ അടിമത്വത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുവാനല്ല, ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി ഈ ലോകത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനാണ്. അതുകൊണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് എനിക്കിഷ്ടമുള്ള രീതിയിൽ എൻ്റെ ജീവിതം ജീവിച്ച് തീർക്കുവാനല്ല, എനിക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുവാനല്ല, മറിച്ച് എൻ്റെ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം എനിക്ക് തരികയാണ് എന്ന ഒരു ബോധ്യം നമുക്ക് ലഭിക്കുന്നതാണ്. ആ സ്വാതന്ത്ര്യമാണ് ഒരു 16-17 വയസ്സുള്ള പെൺകുട്ടിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് ഗബ്രിയേൽ മാലാഖയോട് പറയുവാൻ മറിയം എന്ന പെൺകുട്ടിയെ പ്രാപ്തയാക്കിയത്. ആ സ്വാതന്ത്ര്യമാണ് എൻ്റെ ആത്മാവ്
എൻ്റെ ദൈവത്തെ, എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നും എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്നും സ്തോത്രഗീതം പാടുവാൻ മറിയം എന്ന പെൺകുട്ടിയെ ശക്തിപ്പെടുത്തിയത്. നമ്മൾ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 46-47 വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിക്കുന്ന ഒരു തിരിച്ചറിവാണ് ഈ സ്തോത്രഗീതത്തിലൂടെ പാടുക. ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ ചിത്തം, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇന്ന് എത്ര പേർക്ക് ഇതുപോലെ പറയാനുള്ള ഒരു ആർജവം നമ്മുടെ ഇടയിലുണ്ട്? ഹല്ലേലൂയ. നമുക്കാർക്കും അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുവാനുള്ള ധൈര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ധീരമായ നിലപാടെടുക്കുവാൻ, കർത്താവിന്റെ ദാസി എന്ന് മാത്രമല്ല, ഇതാ കർത്താവിന്റെ ദാസൻ എന്ന് പോലും പറയുവാനുള്ള ഒരു ധീരമായ നിലപാടെടുക്കുവാൻ ഇന്ന് എത്ര പേർക്ക് പറ്റും? ലോകത്തിന്റെ കണ്ണിൽ മറിയത്തിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കെന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുന്നത് ലോകത്തിന്റെ കണ്ണിൽ അതൊരു കീഴടങ്ങലായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അത് ദൈവത്തിന്റെ കണ്ണിൽ മഹത്വത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന അനുഭവമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയം ദൈവത്തോട് യെസ് ലോർഡ്, അതേ കർത്താവേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കുക. മറിയത്തിന്റെ യെസ് ലോർഡ്, അതേ കർത്താവേ എന്ന ആ ഒരു വാക്ക് ഒരു വഴി തുറക്കുകയായിരുന്നു. എന്തിലേക്ക്? ദൈവവചനത്തിന് മനുഷ്യനായി ഈ ലോകത്തിലേക്ക് പിറക്കുവാനുള്ള ഒരു വഴി തുറന്ന ഒരു സമർപ്പണമായിരുന്നു. ഹല്ലേലൂയ. ആ യെസ് ലോർഡ് എന്ന് പറയുന്നത് ആ വഴി മറ്റൊരു വഴി തുറന്നത് രക്ഷയുടെ ചരിത്രം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആ യെസ് എന്ന് പറയുന്ന സമർപ്പണത്തിന് സാധിച്ചു. ആ യെസ് പറഞ്ഞ മറിയത്തെ ദൈവം എന്ത് ചെയ്തു? മഹത്വത്തിലേക്ക് ഉയർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിലുള്ള ഒരു വ്യക്തിയുടെ സമർപ്പണം ഒരിക്കലും ഒരു മനുഷ്യനെയും താഴ്ത്തുന്നില്ല. മറിച്ച് ആ സമർപ്പണം ചെയ്യുന്ന വ്യക്തിയെ ദൈവം തന്റെ സന്നിധിയിലേക്ക് ഉയർത്തുകയാണ്. ഹല്ലേലൂയ. അതാണ് സ്വർഗാരോപണത്തിന്റെ അനുഭവം എന്ന് പറയുക. ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇന്നത്തെ ദിവസം നമ്മൾ ഇന്ത്യ എന്ന രാജ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു ദൈവികമായ പദ്ധതിയും നമുക്കിവിടെ മനസ്സിലാക്കുവാൻ പറ്റും. ജെറമ്യാ പ്രവചനം 29:11 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, ആ പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അല്ലെ? പദ്ധതി ദൈവത്തിന്റെ മനസ്സിലാ. അത് നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള ശുഭമായ ഭാവിക്കുള്ള പദ്ധതി എന്ന് ബൈബിൾ പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുക, ദൈവത്തിന്റെ പദ്ധതി ഒരു മനുഷ്യനെ കുറിച്ച് മാത്രമല്ല, ദൈവത്തിന് രാജ്യത്തെക്കുറിച്ചും പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിന് ഇന്ത്യ എന്ന പേര് ലഭിച്ചത് 79 വർഷങ്ങൾക്ക് മുമ്പ് 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതിയാണ് എന്ന് നമ്മൾ കരുതുമ്പോ ഈ രാജ്യത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി 2500 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. എസ്തർ എന്ന് പറയുന്ന ഒരു പുസ്തകം പഴയ നിയമത്തിൽ അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അഹസ്വേരുസ് എന്ന് പറയുന്ന ഒരു രാജാവിന്റെ വിരുന്നിനെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഒരു കാര്യം ബൈബിള് പറയുകയാണ്. അത് പറയുമ്പം എസ്തറിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകൾ ഭരിച്ചിരുന്ന അഹസ്വേരുസ് രാജാവിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അവിടെ പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, BC 485 കാലഘട്ടത്തിൽ എഴുതിയ എസ്തർ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തെ കുറിച്ച് ബൈബിൾ പരാമർശിക്കുന്നുണ്ട് എങ്കിൽ 2500 വർഷം മുമ്പ് ഇന്ത്യയെ കുറിച്ച് ബൈബിൾ പരാമർശിക്കുന്നുവെങ്കിൽ ആ സമയത്ത് ഇന്ത്യ എന്ന രാജ്യത്തിന് ഇന്ത്യ എന്ന പേര് ലഭിച്ചിട്ടില്ല.
ആ സമയത്ത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പേര് ഹിന്ദുസ്ഥാൻ എന്നായിരുന്നു. 1947 ഓഗസ്റ്റ് മാസം 14 ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലിരുന്ന ഈ ഒരു രാജ്യം വിഭജിക്കുകയും ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും പേരെടുത്തുകൊണ്ട് 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രത്തിന്റെ, അതായത് ബൈബിളിന്റെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തെ കുറിച്ച് ആ ഒരു നാമം ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ആ രാജ്യത്തിന് ഒരു പേര് കരുതി വെച്ചിരുന്നുവെങ്കിൽ ദൈവത്തിന് ഇന്ത്യയെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് 1947 അല്ല ഇന്ത്യ എന്ന രാജ്യം ഉണ്ടായത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയുക. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം സ്വാതന്ത്ര്യത്തെക്കാൾ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യ ഇന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എങ്കിലും ഇന്ത്യയിൽ ജീവിക്കുന്ന 147 കോടി ജനത്തിന്റെ ഹൃദയം ഇന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന ഒരു ഉത്തരം പറയേണ്ടി വരും. ഹല്ലേലൂയ. ലോകത്തിലെ തന്നെ ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യയിലെ ജനം യഥാർത്ഥത്തിലുള്ള ദൈവിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ? നമ്മളുടെ ഇന്ത്യയുടെ പതാക സ്വതന്ത്രമാണ്, പക്ഷേ ആ പതാകയുടെ കീഴിലുള്ള ജനത്തിന്റെ ഹൃദയം സ്വതന്ത്രമല്ല. രാജ്യം സ്വതന്ത്രമാണ്, പക്ഷെ ആ രാജ്യത്തുള്ള കുടുംബങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല. ആ രാജ്യത്തിന്റെ നിയമം സ്വതന്ത്രമാണ്, പക്ഷെ മനുഷ്യൻ ഇപ്പോഴും പാപത്തിന്റെ അടിമത്വത്തിൽ കഴിയുകയാണ്. സത്യമറിയാതെ കടന്നു പോകുന്ന ഒരു ജനമുണ്ടെങ്കിൽ അവർ ഇന്നും അടിമത്വത്തിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, സത്യം നിങ്ങൾ അറിയണം, അറിയുന്ന സത്യമാണ് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക. സത്യം അറിയണം. ഈ ലോകത്തൊരു സത്യമേ ഉള്ളൂ. ആ സത്യം എന്ന് പറയുന്നത് ജീവനുള്ള ദൈവമായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് സത്യം എന്ന് പറയുക. ആ സത്യം അറിഞ്ഞാൽ നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കും. അറിയുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഇന്ത്യയിലുള്ള മനുഷ്യന് ഇന്നും സ്വാതന്ത്ര്യമില്ല. ആ സത്യം അറിയാതെ അടിമത്വത്തിൽ തന്നെ കഴിഞ്ഞു പോകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഇന്നും മതത്തിന്റെ അടിമത്വത്തിൽ, ഭയത്തിന്റെയും പാപത്തിന്റെയും പണത്തിന്റെയും ലഹരിയുടെയും മദ്യപാനത്തിന്റെയും അഹങ്കാരത്തിന്റെയും വിദ്വേഷത്തിന്റെയും അശുദ്ധിയുടെയും ക്ഷമിക്കുവാൻ കഴിയാത്ത മനസ്സിന്റെയും അടിമത്വം പേറിയുള്ള ഒരു ജീവിതം. ഹല്ലേലൂയ. സഹോദരങ്ങളെ പോലെ കരുതേണ്ട വ്യക്തികളെ ഏതെങ്കിലും തരത്തിലുള്ള മതത്തിന്റെ അല്ലെങ്കിൽ തീവ്രവാദത്തിന്റെ പേരിൽ കൊന്നൊടുക്കുന്ന ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ജനം യഥാർത്ഥ സത്യത്തെ അറിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ജനം സത്യം അറിയുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് ജനമേ, അതുകൊണ്ട് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കാരണം മറിയത്തിന്റെ ഈ സ്വർഗാരോപണ ദിവസം ഒരു വലിയ തീരുമാനത്തിന്റെ ദിവസമാക്കി നമ്മൾ ഓരോരുത്തരും മാറ്റിമറിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ മറിയത്തിന്റെ യെസ് അല്ലെങ്കിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്ന വാക്ക് ചരിത്രത്തിന്റെ ഗതികളെ മാറ്റിമറിച്ചുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന യെസ് ലോർഡ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ കൂട്ടായ്മയിൽ ഒരു പുതിയ മാറ്റത്തിന്റെ പുതിയ ചരിത്രം എഴുതുവാൻ സഹായിക്കും എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ ഒരു ബോധ്യം നമുക്ക് ലഭിക്കുമ്പോൾ ഇനി എൻ്റെ മേൽ പാപം ഭരിക്കുകയില്ല, ഇനി എൻ്റെ മേൽ ഭയത്തിന് സ്ഥാനമില്ല, ഇനി എൻ്റെ മേൽ വിദ്വേഷത്തിന് സ്ഥാനമില്ല, വിദ്വേഷം എന്നെ ഭരിക്കില്ല. ലഹരിയോ അഹങ്കാരമോ മദ്യപാനമോ സ്വാർത്ഥതയോ സ്വജനപക്ഷപാതമോ ഒന്നും എന്നെ ഭരിക്കുകയില്ല എന്ന വിശ്വാസത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ നമുക്ക് സാധിക്കും. കാരണം എന്തെന്നറിയാമോ? യേശുക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഉള്ളിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്നുള്ള ബോധ്യം, അവൻ രാജാതി രാജാവാണെന്നും അവൻ സൈന്യങ്ങളുടെ കർത്താവാണെന്നും അവൻ യേശുക്രിസ്തുവാണെന്നും ഇനി എൻ്റെ ലഹരി ദൈവത്തിന് പരിശുദ്ധാത്മാവുമാണെന്നുള്ള ഒരു ബോധ്യം, ആ ബോധ്യമാണ് നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്നത്. പിതാവായ ദൈവം ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചത്. ഒരുവൻ
ഒരുത്തൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകിയത്. അതുകൊണ്ട് പിതാവായ ദൈവത്തിന് സകല ആരാധനയും സകല സ്തുതിയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ പോലെ ഒരു സമർപ്പണം ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മറിയം സ്വയമേ ദൈവത്തിന് തന്നെ സമർപ്പിച്ചതുപോലെ നമുക്കും ഈ ദിവസത്തിന്റെ ആ സത്യം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് നമ്മളെയും തന്നെ വിട്ടുകൊടുക്കാം. കാരണം മറിയം മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ കാരണം മറിയം ദൈവസന്നിധിയിൽ ഏറ്റെടുത്ത സമർപ്പണമാണ്. ഹല്ലേലൂയ. അപ്പം നമുക്കും യേശുക്രിസ്തുവിലൂടെ ഇന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നതിനാൽ, ഈ സ്വാതന്ത്ര്യം നമ്മുടെ ഉള്ളിലുള്ളതിനാൽ നമ്മളെ തന്നെ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവസന്നിധിയിൽ നമ്മളൊന്ന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ തക്ക സമയത്ത് ദൈവം നമ്മളെ ഉയർത്തും. അത് മറിയത്തിന്റെ സാക്ഷ്യം നമ്മുടെ മുമ്പിലില്ലേ. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ആ ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ ഉദരത്തിൽ വഹിക്കുവാനും ദൈവവചനത്തിന് മാംസം ധരിക്കുവാനുള്ള അവസരം, ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനുള്ള അവസരം ഒരുക്കുകയും കാൽവരിയിലേക്കുള്ള ആ ഒരു പാപപരിഹാര ബലിയുടെ ആ യാത്രയുടെ തുടക്കത്തിന് വഴിയൊരുക്കുകയും ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് വീണ്ടും വരുന്നവനായ ആ യേശുക്രിസ്തുവിനെ കാത്തിരിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ സാക്ഷ്യമായി മാറണം. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറയുമ്പം അതേ രക്ഷകനെ ഉദരത്തിൽ വഹിച്ച മറിയം സകല തലമുറകളിലും ഭാഗ്യവതിയാകുവാനുള്ള കാരണം ഈ സമർപ്പണമാണ്. ഈ ലോകത്തിൽ ലഭിക്കേണ്ട അധികാരത്തെക്കാൾ എന്റെ ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന അധികാരവും അംഗീകാരവും മറിയം തിരഞ്ഞെടുത്തു. സ്വന്തം ജീവിതത്തിലുള്ള സ്വന്തം പദ്ധതിയേക്കാൾ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി സ്വയം ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ സ്വന്തം മഹത്വത്തെക്കാൾ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ച, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ പദ്ധതികൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പരിശുദ്ധ അമ്മ ഏറ്റെടുത്തതുപോലെ അധികാരമല്ല, സമ്പത്തല്ല, ഇതൊന്നുമല്ല നമ്മളെ അനുഗ്രഹത്തിലേക്ക് നടത്തുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരണം. ആ തിരിച്ചറിവ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വിദ്വേഷത്തിന്റെ വിത്തുകൾക്ക് പകരം സ്നേഹത്തിന്റെ വിത്തുകൾ മുളപ്പിക്കുവാനുള്ള അവസരമൊരുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജാതിയുടെയും മതത്തിന്റെയും തീവ്രവാദത്തിന്റെയും വിദ്വേഷത്തിന്റെയും മതസ്പർദ്ധയുടെയും ഒക്കെ കാലഘട്ടം ഇവിടെ അവസാനിക്കണം. യുവതലമുറകളെ വിശ്വാസത്തിലേക്ക് കടന്നു വരണം. അവരെ വിശ്വാസത്തിൽ എഴുന്നേൽക്കണം. ദരിദ്രരായവർക്ക് നീതി ലഭിക്കണം, ദുർബലർക്ക് സംരക്ഷണം ലഭിക്കണം, അനീതിരഹിതമായ ഒരു ഭരണം ഈ ലോകത്തുണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഹൃദയങ്ങളിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ലഭിച്ചാൽ അത് അനുഭവിച്ച് സ്വർഗത്തോളം നമ്മുടെ ജീവിതങ്ങളെ ഉയർത്തുവാനുള്ള ഒരു അവസരം ഈ സ്വർഗാരോപണത്തിന്റെ ദിവസം ഒരു തീരുമാനമായി നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണം. കാരണം ക്രിസ്തുവിലുള്ള സന്തോഷം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. എന്നാൽ ഈ അവകാശത്തെ ശത്രു ഇന്ന് തടയാൻ ശ്രമിക്കുമ്പോൾ സമർപ്പണത്തോടുകൂടി വിശുദ്ധിയോടുകൂടി ദൈവത്തിന്റെ വിളി നമ്മൾ ഏറ്റെടുക്കുവാൻ യേശുവോട് പറയുന്ന ഒരു ആത്മീയ കാലാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ വിശുദ്ധിയും സമർപ്പണവും ഒരു സ്വർഗാരോഹണത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു അനുഗ്രഹമായി മാറിയെങ്കിൽ അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു തീരുമാനമെടുത്ത് ഉയരങ്ങളിലേക്കുള്ള യാത്രയുടെ തുടക്കമുണ്ടാകണം. ഈ ശൂനോയോ നോമ്പിന്റെ അവസാന ഭാഗം അല്ലെങ്കിൽ ഈ ലാസ്റ്റ് ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യഥാർത്ഥ ശൂനോയോ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. കാരണം യഥാർത്ഥ ഒരു ശൂനോയോ നോമ്പിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലാണ് നമുക്ക് കാണുവാൻ പറ്റുക. കാരണം സ്വയം ശൂന്യവൽക്കരിച്ച് ദാസന്റെ രൂപം സ്വീകരിച്ച വ്യക്തിയാണ് യേശുക്രിസ്തു എന്ന് പറയുക. നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തില് നമ്മളത് കാണുന്നുണ്ട്. ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു മഹനീയ കാര്യമായി പരിഗണിക്കാതെ തന്റെ ദൈവത്വം മറച്ചു പിടിച്ചുകൊണ്ട് ഒരു ദാസന്റെ രൂപം സ്വീകരിച്ചു കുരിശു മരണത്തോളം തന്നെ താഴ്ത്തി അനുസരണം തിരഞ്ഞെടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുരിശു മരണം എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി യേശുക്രിസ്തു സ്വമനസാലെ തിരഞ്ഞെടുക്കുകയാണ്.
ഹല്ലേലൂയ. സ്വയം താഴ്ത്തുകയാണ് ദൈവസന്നിധിയിൽ. എൻ്റെ ഹിതമല്ല പിതാവേ, അങ്ങയുടെ ഹിതം നിറവേറണമെന്ന് പറയുന്ന ഒരു ആത്മീയമായ ഒരുക്കം. ഇന്ന് നമ്മൾ എങ്ങനെയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ആകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന അതരത്തിൽ മാത്രമാണ്. പക്ഷേ ഹിതം എന്റേത് തന്നെ ഇവിടെ നടന്നാ മതി, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നടക്കണമെന്നുള്ള തീരുമാനമൊന്നും എനിക്കില്ല, എന്റെ തീരുമാനം ഇവിടെ നടന്നാ മതി, ഇല്ലേ? എന്റെ തീരുമാനത്തിനെതിരെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവൻ പുറത്തു പോകുന്ന ഒരു സാഹചര്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് ആ ദൈവഹിതം നിറവേറ്റുവാനുള്ള ഒരു താഴ്മ, അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവഹിതത്തിനെയൊക്കെ എന്താ പറയുന്നത്, ഒരു വില കൽപ്പിക്കാതെ ഞാൻ പറയുന്നത് എൻ്റെ ഹിതം ഇവിടെ നടന്നാൽ മതി എന്ന് പറയുന്ന ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാറിപ്പോകുന്ന ഒരു ദിവസമാക്കി സ്വയം ശൂന്യവൽക്കരിക്കുവാനുള്ള തീരുമാനമായി നമ്മൾ ഇതിനെ മാറ്റണം. നമുക്ക് പഴയ നിയമത്തിലേക്ക് കടന്നു പോയാൽ ആദത്തിൻ്റെയും ഹവ്വയുടെയും ജീവിതം എടുത്താൽ നമുക്കറിയാം, സാത്താൻ പ്രലോഭനത്തിലൂടെ അവരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ കനി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നുള്ളൊരു ചിന്തയാണ് അവരുടെ മനസ്സിലേക്ക് കൊടുക്കുക. അപ്പം ദൈവത്തെ പോലെ ആകും എന്ന് സാത്താൻ അവരുടെ ഉള്ളിൽ ഒരു പ്രലോഭനം കൊടുത്തൊരു ചിന്ത കൊടുത്തപ്പം ആ പ്രലോഭനത്തിൽ ആദിമ മാതാപിതാക്കൾ വീണു പോവുകയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്താതെ ദാസനായി താഴ്മയോടുകൂടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. അപ്പം ഉയരുവാൻ ശ്രമിച്ച് ദൈവത്തെ പോലെ ആകുവാൻ ശ്രമിച്ച് വീണുപോയ ഒരു ആദ്യത്തെ ആദം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ രണ്ടാമത്തെ ആദമായ യേശുക്രിസ്തു സ്വയം താഴ്ത്തി കുരിശുമരണം ഏറ്റെടുത്ത് മരണത്തിലൂടെ കടന്നുപോയി ഉത്ഥാനം ചെയ്ത് വീണ്ടും സ്വർഗാരോഹണം ചെയ്ത് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. ഇതാണ് ശൂനോയോയുടെ ഒരു ദൈവശാസ്ത്രം എന്ന് പറയുക. പിതാവായ ദൈവത്തിന്റെ ഹിതത്തിന് യേശു പറഞ്ഞ പരിശുദ്ധ മറിയം, ഗലാത്യ 4:4 അതിന്റെ റിസൾട്ട് നമ്മൾ കാണുക. കാലത്തിന്റെ സമ്പൂർണതയിൽ ദൈവം തന്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയക്കുകയാണ്. ആ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ പദ്ധതിക്ക് യേശു പറഞ്ഞ് കാൽവരിയിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് എൻ്റെ ഹിതമല്ല ദൈവമേ അങ്ങയുടെ ഹിതമെന്ന് ഗത്സമനയിൽ കമിഴ്ന്നു വീണ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം യേശുക്രിസ്തുവിനെ ഉയർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിതം നിങ്ങൾ പരിശോധിച്ചു നോക്ക്. മറിയം ഗബ്രിയേലിനോട് യേശു പറയുന്നു, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ പദ്ധതിക്ക് യേശു പറയുന്നു. യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് യേശു പറയുന്നു. രണ്ടുപേരും താഴ്മയോടുകൂടി അനുസരിക്കുകയാണ്. രണ്ടുപേരും ഒരു സൈഡില് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം നമ്മൾ കാണുന്നു, മറു സൈഡില് പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണം നമ്മൾ കാണുകയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവസന്നിധിയിൽ ഉയരണമെങ്കിൽ ആദ്യം താഴ്മയുടെ വഴി നമ്മൾ തിരഞ്ഞെടുക്കണം. യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച മറിയം അവസാനം ക്രിസ്തുയേശുവിന്റെ സന്നിധിയിൽ തന്നെ എത്തുകയാണ്. ഇതാണ് ഓരോ വിശ്വാസിയുടെയും വിളി എന്ന് പറയുക. അത് നമ്മൾ മറക്കരുത്. അതിന് പകരം ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പം ആരുടെയെങ്കിലും ചട്ടുകമായി പ്രവർത്തിച്ച് നമ്മളുടെ ജീവിതത്തെ ഈ ലോകത്ത് വെച്ച് തന്നെ നശിപ്പിച്ച് കളയരുത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, കൊളോസി ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 1, 2, 3, 4 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഉന്നതത്തിലുള്ളവയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഈ ഭൗമികമായ ഒന്നിലും ഭൂമിയിലുള്ള ഒരു വസ്തുക്കളിലും നിങ്ങൾ ശ്രദ്ധ തിരിക്കരുത്. കാരണം നമ്മളുടെ എന്താ പറയുക, ദൈവം യേശുക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന നമ്മളും അവനോടൊപ്പം സ്വർഗീയമായ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുമെന്നാണ് വചനം വ്യക്തമാക്കുക. നിങ്ങൾ ഇന്ന് ധ്യാനിക്കുവാൻ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം എടുത്ത് വായിക്കണം. ജീവനുള്ള ദൈവത്തിന്റെ ആ സാന്നിധ്യത്തെ മനസ്സിലാക്കി സ്വർഗത്തോളം ഉയരുവാൻ പരിശുദ്ധ അമ്മയെ ഒരു റോൾ മോഡലാക്കി നമ്മുടെ മുമ്പിൽ എടുത്തു വെച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നമ്മളെ തന്നെ നമ്മൾ ചേർത്ത് പിടിക്കണം. ഇവിടെ ദൈവത്തിന്റെ ജനമേ, ഈ സ്വർഗാരോപണത്തിന്റെ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവിതം വിട്ടുകൊടുക്കുക, എളിമയിലും ഒരു അനുസരണത്തിലും താഴ്മയിലുമൊക്കെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ച് പരസ്പരം ഒന്ന് സ്നേഹിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, പരസ്പരം ഒന്ന് സ്നേഹിക്കുക. നമ്മൾ കാണുന്നില്ലേ,
വിശുദ്ധ മദ്ബഹായിൽ പോലും വൈദികർ പോലും ഇന്ന് പരസ്പരം പോരടിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുക. ദൈവത്തെ അറിഞ്ഞിട്ടാണോ? എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുക? ഈ ദിവസം നമുക്കെല്ലാത്തിനും ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിന് ദൈവം വചനത്തിന്റെ ശക്തി അയച്ച് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ.